എവ്രിവൺ, ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ് അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുന്നത്? ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്കൂൾസ് ഓപ്പൺ ചെയ്ത സമയത്ത് ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പകരം നിങ്ങൾക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഈ പറയുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ. അപ്പോൾ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ സ്പെഷ്യൽ ഡേ ടു റിമൈൻഡ് എവ്രിവൺ ടു സ്റ്റേ അവേ ഫ്രം ഹാംഫുൾ ഡ്രഗ്സ്. അതായത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ജൂൺ 26 വേൾഡ് ആന്റി ഡ്രഗ്സ് ഡേ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അവയവങ്ങളാണ് നമ്മുടെ ബ്രെയിനും അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറും ഹൃദയവും. അതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്, ഡ്രഗ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽത്തി ലൈഫ് ഈസ് എ ഹാപ്പി ലൈഫ്. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള റുട്ടീൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. സോ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല കാര്യം, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, അതുകൂടെ പുറത്തു പോയി കളിക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഡ്രഗ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അൺഹെൽത്തി ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വി സേ നോ ടു ഡ്രഗ്സ്. അതായത് മിസ് എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും നോ എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരെങ്കിലും നിങ്ങളോട് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അതോടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡ്രഗ്സിനോട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നോ എന്ന് പറയണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗുഡ് ചോയ്സസ് എവറി ഡേ. അതായത് ഓരോ ദിവസവും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കണം അല്ലേ? അപ്പോൾ എപ്പോഴും ഈ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് വേറൊരു വഴി തന്നെയാണ്. ആ വഴി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആ ഒരു ഗേറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതിലൂടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് സപ്പോർട്ട് ഈച്ച് അതർ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയിട്ട് ആ ഡ്രഗ്സ് യൂസ് ചെയ്യാന്നല്ല, ഇത് യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അറിയിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ മോശപ്പെട്ട എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ എന്ന് ധൈര്യമായിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരെങ്കിലും നിങ്ങളോട് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണ്? നിങ്ങളുടെ പാരൻസ് ആണെങ്കിൽ അവരോട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ആണെങ്കിൽ അവരോട് പോയിട്ട് ധൈര്യമായിട്ട് പറയാം, അവരെന്നോട് ഈ പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ധൈര്യമായിട്ട് പറയാം. അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് സേ നോ ടു ഡ്രഗ്സ്. ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഡ്രഗ്സ് ഉപയോഗിക്കാനേ പാടില്ല. അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ താൽക്കാലികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ ചുറ്റുമുണ്ട്. അത് മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ദെൻ അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ. ബൈ ബൈ.